തിരുവിതാംകൂറിന്റെയും തലസ്ഥാന നഗരിയുടെയും പൈതൃക പ്രതീകമായ മാസ്കറ്റ് ഹോട്ടൽ 100ാം വാർഷികത്തിന് നിറവിൽ. പഞ്ചനക്ഷത്ര പദവി നേടിയാണ് മാസ്കറ്റ് ഹോട്ടൽ ശതാബ്ദി ആഘോഷിക്കുന്നത്. ഹോട്ടലിന്റെ പൗരാണിക പാരമ്പര്യം നിലനിർത്താൻ 25 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് KTDC ചെയർമാൻ M. വിജയകുമാർ അറിയിച്ചു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരെ പാർപ്പിക്കാനായി നിർമ്മിച്ച കെട്ടിടമാണ് ഇന്നത്തെ മാസ്കറ്റ് ഹോട്ടൽ. യുദ്ധാനന്തരം തിരുവിതാംകൂർ സർക്കാർ അതിഥി സൽക്കാരത്തിനായി കെട്ടിടം ഉപയോഗിച്ചു പോന്നു. 1965 മുതൽ KTDCയുടെ നിയന്ത്രണത്തിൽ. രാജ്യാന്തര പ്രശസ്തരായ നിരവധി പേരാണ് ഒരു നൂറ്റാണ്ടിനിടെ മാസ്കറ്റ് ഹോട്ടലിന്റെ ആതിഥേയത്വം അനുഭവിച്ചറിഞ്ഞത്. പഞ്ചനക്ഷത്ര പദവി ലഭിച്ചതിന്റെ സന്തോഷത്തിനൊപ്പം പൈതൃക സംരക്ഷണത്തിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചാണ് ശതാബ്ദി ആഘോഷം. അത്ര കണ്ട് ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനെ ആ രൂപത്തിൽ നിലനിർത്തണം, സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഒരു ഹെറിറ്റേജ് ഹോട്ടൽ എന്ന നിലയിൽ തന്നെ ഞങ്ങൾ ഇതിനെ കണ്ടിരുന്നു. ഇപ്പോൾ ഇതും കൂടെ വെച്ചുകൊണ്ട് പൂർണ്ണ രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള അതിബൃഹത്തായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ മുറികളുടെയും ഇടനാഴികളുടെയും പുനരുദ്ധാരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും കെട്ടിടത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ഊന്നൽ നൽകുന്നത്. ബുധനാഴ്ച രാവിലെ 10-ന് മാസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.